കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുന്ന കാലം വിദൂരമല്ല. അത് വളരെ അർത്ഥഗർഭമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചല്ല അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത്ര ഒരു ദീർഘവീക്ഷണമുള്ള, എന്നാൽ വോട്ടുകൾ, കേരളത്തിലെ സ്ത്രീകളുടെ വോട്ടുകൾ സമ്പാദിക്കാനും രാഹുൽ ഗാന്ധിയുടെ ജനങ്ങൾക്കുള്ള പ്രതിപത്തി വർദ്ധിപ്പിക്കുവാനും സഹായിച്ചൊരു പ്രസ്താവനയായിരുന്നു കേരളത്തിലെ ഒരു വനിതാ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഷാനിക്ക് മുസ്ലിം ആണെന്നുള്ള പ്രാതിനിധ്യവുമുണ്ട്, അതേപോലെ വനിത എന്നുള്ള പ്രാതിനിധ്യമുണ്ട്. ബിന്ദു കൃഷ്ണയും വളരെ വളരെ കാലമായി കൊല്ലം ജയിക്കുകയാണ്. അതിന് കൊല്ലത്തെ പോലെ ഒരു ഇടതുപക്ഷ കോട്ടയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് സഹായിച്ച ബിന്ദു കൃഷ്ണയാണ്. അവർ സമരമുഖങ്ങളിലും അതിന്റെ മാധ്യമ പ്രചരണത്തിലുമൊക്കെ ഞാൻ നിരവധി പാനലുകളിൽ അവരുമായി സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്കും ഐ ആം വെരി ഇംപ്രസ്ഡ് വിത്ത് ഹെർ ഇഫ് ഷി വിൻസ്. അതുപോലെ തന്നെ ഒരു റേസിംഗ് സ്റ്റാർ ആയിരുന്നു രമ്യ ഹരിദാസ്. അദ്ദേഹം പാർലമെന്റിൽ വന്നു. ബിന്ദു കൃഷ്ണ വേറെ ഏതെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ താങ്കളുടെ കണ്ണിൽ പെടുന്നുണ്ടോ ഒരു മന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിയും? രമ്യ ഹരിദാസിനെ കുറിച്ച് എനിക്ക് അതൊരു ധാരണയാണെന്ന് അറിഞ്ഞുകൂടാ. അവര് ചിറയൻകീഴ് വന്ന് മത്സരിപ്പിച്ചതിന്റെ ലോജിക്ക്, നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണനെ CPI തൃശ്ശൂർ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് പോലെ എനിക്ക് രമ്യ ഹരിദാസിനെ ചിറയൻകീഴ് കൊണ്ടുവന്ന് മത്സരിച്ച് ജയിപ്പിക്കാൻ കഴിയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ പോലും ഒരു അമിത ആത്മവിശ്വാസമായി എനിക്ക് തോന്നുന്നു. കാരണം താങ്കൾക്കറിയാമല്ലോ അവരുടെ പരാജയം ആലത്തൂര് ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ നമുക്ക് എല്ലാ സ്ത്രീകൾക്കും വിജയം ആശംസിക്കാം. കാരണം വളരെ കുറവ് സ്ത്രീകളെ ഉള്ളൂ ഈ 140-ൽ 46. എത്ര 50-ലേറെ ശതമാനം സ്ത്രീകൾ വോട്ട് ചെയ്യുന്നു. സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം ഇപ്പോഴും കേരളത്തിൽ കുറഞ്ഞു. 33% കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ഒരുമിക്കുന്ന കോൺഗ്രസും CPM ഒന്നും ഇപ്പോഴും സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ ഒരു ലെവലേശം വക വഹിക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ ഈ വനിതാ സ്ഥാനാർത്ഥികൾ ഏത് രാഷ്ട്രീയക്കാർക്കിലായാലും ജയിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് വളരെ നന്നായിരിക്കും. അതിൽ കോൺഗ്രസിൽ എനിക്ക് താങ്കൾ ഈ പറയുന്ന പോലെ ഈ 3 പേരുകൾ മാത്രമേ ഉടനെ ഓർമ്മ വരുന്നുള്ളൂ. അവരുടെ വിജയസാധ്യതകൾ, 2 പേരുടെ വിജയസാധ്യതകൾ കുറച്ച് കണ്ടുകൂടാ. ഷാനിമോളുടെയും ബിന്ദു കൃഷ്ണയുടെയും. രമ്യയുടെ കാര്യത്തിൽ എനിക്ക് പറയാൻ കഴിയുകയില്ല. എന്താണ് അടിയൊഴുക്കുകൾ ആ ഭാഗത്ത്, അതായത് ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല ഭാഗത്തെ ഈഴവ വോട്ടുകളുടെ അടിയൊഴുക്കുകൾ എന്താണ്? ഇത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ കേരളത്തിലെ ഒരു റെഫറാൻഡം നേരിടുന്ന, പിണറായിക്ക് ശേഷം റെഫറാൻഡം നേരിടുന്ന വേറൊരു വ്യക്തിയുണ്ട്. അത് കേരളത്തിലെ പറയാതെ പോകുന്നത് ശരിയല്ല. അതാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ തെരഞ്ഞെടുപ്പ് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ഹിതപരിശോധന കൂടിയാണെന്ന് ഏത് കൊച്ചു കുഞ്ഞിന് മനസ്സിലാവും. പറയില്ല പക്ഷെ മാധ്യമം. കാരണം അവർക്ക് സർക്കുലേഷന് വേണ്ടി ഈഴവ സർക്കുലേഷൻ, തങ്ങളെ പറ്റി പറഞ്ഞാൽ മലപ്പുറത്ത് സർക്കുലേഷൻ കുറയും എന്നൊക്കെയുള്ള ഒരു കള്ള ബാലൻസിങ് ആണല്ലോ, ഒരു വിനോദ മാധ്യമ പ്രവർത്തനമാണല്ലോ നടക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ LDF തോൽക്കുകയാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അണികളും കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കോൺഗ്രസ്സുകാർ, അദ്ദേഹം കോൺഗ്രസിനോട് തീരെ നീചമായ രീതിയിലായിരുന്നു ആക്രമണം സതീശനെ പറ്റിയില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ RSSന് വേണ്ടി പ്രചരണം നടത്തുന്നു, BDGSന് വേണ്ടി അവരുടെ മകൻ നയിക്കും. അത്ര മലയാളിയുടെ ഒരു മലയാളി നൈതിക ബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിൽ വിലസും. അത് ഇടതുപക്ഷത്തിന്റെ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വിധിയെഴുത്തായിരുന്നു. അതന്നെ, അതായിരിക്കട്ടെ. പക്ഷെ മൊത്തം നോക്കുമ്പോൾ സ്ത്രീ പ്രാതിനിധ്യം പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തൊരു സിറ്റുവേഷനിലേക്കാണ് കേരളത്തിൽ. വളരെ നിർണായകമായിരിക്കും. കാരണം വലിയ ഈ സ്ഥാനാർത്ഥികളെല്ലാം വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടായിരിക്കും അസംബ്ലിയിലേക്ക് വരുന്നത്. ശൈലജ ടീച്ചർ വരികയാണെങ്കിൽ ഒരു ശൈലജ ടീച്ചർ അസംബ്ലിയിലേക്ക് വരുന്നത് ഒരു രാജ്ഞിയെ പോലെയായിരിക്കും, രാഷ്ട്രീയ രാജ്ഞിയെ പോലെ. പലതിനുള്ള ഉത്തരമായി താങ്കൾ പറഞ്ഞ പോലെ അത് വളരെ വിദൂരമായ ഒരു ഞാൻ പറയുകയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് പത്മജയുടെ വരവും വല്ലാതെ ആഘോഷിക്കപ്പെടും. പത്മജയുടെ വരവും വളരെ ആഘോഷിക്കപ്പെടും. ശരിയോ തെറ്റോ എന്നുള്ളതല്ല. അത് സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറച്ചുകൂടെ വർദ്ധിക്കട്ടെ. പറയാം.